നമ്മളിനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ്. അത് ശനിയാഴ്ച കാണാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഇന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും കമൻസ് ഷെയർസിൽ ആക്സിഡൻറ്റ് ആരും മറക്കണ്ട. ഈ നാളെ കാണുന്ന എപ്പിസോഡ് തൊട്ട് രോഹിത്തിൻ്റെ എൻട്രി ഉണ്ട് കേട്ടോ. ഇത്രയും ദിവസം രോഹിത്ത് എവിടെ ആയിരുന്നു എന്ന് കുറച്ച് പേർക്ക് ചോദ്യം ഉണ്ടായിരുന്നെങ്കിൽ രോഹിത്തിൻ്റെ എൻട്രിയാണ് നാളെ തൊട്ട് കാണാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ വീണ്ടും സത്യഭാമയുടെ ചൊറിയുന്ന സ്വഭാവം സത്യഭാമ എടുക്കുന്നെങ്കിലും സത്യഭാമയ്ക്ക് വൻ പാരയും പണിയുമാണ് രാഘവേട്ടനും അതുപോലെ തന്നെ പപ്പിമോളും ഒരുമിച്ച് നിന്ന് കൊടുക്കുന്നത്. ലാസ്റ്റ് സത്യഭാമ സുല്ലിടേണ്ട വരുന്ന അവസരത്തിൽ സത്യമോക്ക് ഇനി കിട്ടാൻ പോകുന്ന വലിയൊരു നേട്ടം എന്താണെന്നാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇതിൻ്റെ ഡീൽ റിവ്യൂ നമുക്ക് കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഷാനിയുടെ ഫോൺ പിടിച്ച് വെച്ചല്ലോ ഈ സത്യഭാമ. അതിനുശേഷം ഷാനിയുടെ കയ്യിൽ ആ ഫോണും കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഈ കളക്ടറുകളെയൊക്കെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് കാർത്തിക മോളെ എന്ന് പറഞ്ഞിട്ട് കാർത്തിക മോളും ശ്യാമ എന്താണ് പശുവിനെ തെളിക്കുന്ന പോലെ ബാ എന്ന് പറഞ്ഞിട്ടുള്ള രീതിക്ക് അത് ശ്യാമേനെ വിളിച്ചുകൊണ്ടെങ്കിൽ പോവുകയാണ്. നേരെ ചെല്ലുമ്പോഴേ ശ്യാമയുടെ അടുത്തൊക്കെ ഭയങ്കര കലിക്കത്താണ് തിരിച്ച് വീട് വരെ എത്തുന്നത്. അപ്പോൾ ശ്യാമ ഭയങ്കര പിടിച്ച് നിൽക്കുക. പോരാത്തന്നെ പറഞ്ഞല്ലോ ഷാലിനിയുടെ മുന്നിൽ വെച്ച് തന്നെ ഇനി ഇങ്ങനെങ്ങാണ് ശ്യാമ ചെയ്ത പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവന്ന് നടുവഴി ഇട്ടിട്ട് പോകുന്ന പോലെ തന്നെ ഇനി അർദ്ധരാത്രി അതിന് പെരുവഴി കൊണ്ട് ശ്യാമയെ ഉപേക്ഷിച്ചിട്ട് പോകും. പിന്നെ സത്യഭാമയുടെ വീട്ടിൻ്റെ പടി ഒരിക്കലും ശ്യാമയ്ക്ക് വേണ്ടി തുറക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിയായിട്ടാണല്ലോ പോകുന്നത്. ശാലിനി സത്യമായ കാര്യമായ വിഷ്ണു കാർത്തിക വിവാഹം കഴിച്ചിട്ടില്ല എന്ന് ഇവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടും ഇവരുടെ തലയ്ക്ക് സ്ഥിരത ഉദിച്ച ഒരു പ്രശ്നമേ ഇല്ല. പിന്നെ എത്ര വലിയ കൊമ്പനെയും അടിച്ച് വീഴ്ത്താൻ ചിലപ്പോൾ ഒരു ചെറിയ ആൾ മതി എന്ന് പറയുന്നില്ലേ, പണ്ടത്തെ ഗോളിയാത്തിൻ്റെയും ഡേവിഡിൻ്റെയൊക്കെ കഥ പറഞ്ഞ പോലെ തന്നെ ഇന്ന് അത് തന്നെയാണ് ഈ ഒരു കാര്യത്തിന് സത്യഭാമ ഇടിച്ച് വീഴ്ത്താൻ നമ്മുടെ പാവം കുഞ്ഞ് പപ്പിക്കുട്ടി തന്നെ ധാരാളം മതി. അപ്പം സത്യഭാമ വീട്ടിൽ വന്ന് കയറുന്നതിന് മുന്നേ തന്നെ രോഹിത്തുണ്ട്. അപ്പോൾ രോഹിത്തിനെ കണ്ടിട്ട് അച്ഛൻ എന്താണ് നീ എന്താണ് ഇവിടെ ഒന്ന് ഈ കാര്യത്തൊക്കെ നടക്കുമ്പോൾ ഇല്ലാതായി പോയത്, ഇവിടെ എന്തൊക്കെ നടന്നറിയാമെന്ന് പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഉണ്ടായിട്ട് തന്നെ എന്താ അച്ഛൻ കാര്യം ഇരിക്കുന്നത്, മധുശ്രീയും വിഷ്ണുവുടെയും തമ്മിൽ സീക്രറ്റായിട്ട് വിവാഹം കഴിക്കാൻ വേണ്ടി സത്യാമ്മ കൊണ്ടുപോയി, ഞാനിവിടെ ഉണ്ടായിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, അച്ഛൻ പോലും ആ കാര്യം ഒന്നും അറിഞ്ഞല്ലോ. പിന്നെ ഈ കാർത്തിക എന്ന് പറഞ്ഞ ഒരു പുതിയ പെണ്ണ്, ഇതൊക്കെ ആരാ നമുക്ക് എന്തെന്ന് പറയാനാ, ഞാനിവിടെ ഉണ്ടായിട്ടും എനിക്ക് തോന്നില്ല അച്ഛാ ഒരു പ്രയോജനമുണ്ട്. എടാ അപ്പം നീ പറയുന്നത് നമ്മളൊന്നും ഈ വീട്ടിൽ ജീവിച്ചു തന്നിട്ട് ഒരു കാര്യമില്ല എന്നാണോ, എന്താ അച്ഛാ ഈ പറയുന്നത്, നമ്മൾ എന്തൊക്കെ ഇനി തീരുമാനങ്ങൾ പറഞ്ഞാൽ നമ്മുടെ തീരുമാനങ്ങൾ ഈ വീട്ടിൽ എന്തെങ്കിലും വില കിട്ടും, സത്യാമ്മ തീരുമാനിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് ഇവിടെ ഒന്നും നടന്ന ചരിത്രമില്ല. പിന്നെ നമ്മൾ വെറുതെ നമ്മുടെ ഇഷ്ടങ്ങൾ പറഞ്ഞാലും അതെല്ലാം സത്യാമ്മയ്ക്ക് അനിഷ്ടമായിട്ട് മാറുന്നല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇല്ലാതിരുന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല അച്ഛാ, ഞാൻ ഉണ്ടായിരുന്നെങ്കിലും ഇത് തന്നെ നടക്കത്തുള്ളായിരുന്നു, അതിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയതുകൊണ്ട് അവിടുത്തെ നമ്മുടെ ബ്രാഞ്ചിൻ്റെ കാര്യം പുതിയ ബ്രാഞ്ചിൻ്റെ കാര്യം അത്രയും സെറ്റാക്കി എടുത്തുകൊണ്ട് വരാനായിട്ട് എനിക്ക് പറ്റിയെന്നൊക്കെ പറയുമ്പോൾ നീ പറഞ്ഞത് ശരി തന്നെയാടാ മോനെ, കാരണം നീ അവിടെ പോയതുകൊണ്ട് ബിസിനസ് എങ്കിലും നേരെ നടത്താൻ പറ്റി. അപ്പോഴത്തേക്കാണ് വിഷ്ണു എന്ന് നീ എപ്പം വന്നടാ എന്ന് രോഹിത്തിനോട് ചോദിക്കുമ്പോൾ രോഹിത്തിന് എന്താണ് വിഷ്ണുവിനോട് അത്ര പഴയ താല്പര്യത്തിന് അത്രയും താല്പര്യമില്ല. പക്ഷേ രോഹിത്ത് എന്താണ് അതിനെ പോലെ രണ്ടിൻ്റെ നടുക്കുള്ള ഒരു മിഡിൽ പാത്ത് എടുക്കത്തില്ലേ, ആ നടുക്കുള്ള പാത മാത്രം എടുത്തുള്ള രീതി, അത്ര വെറുപ്പില്ല എന്നാൽ അത്ര സ്നേഹമില്ല എന്നുള്ള രീതിയിൽ രോഹിത്തിൻ്റെ പെരുമാറ്റം എന്താണ് വിഷ്ണുവിനോട്. അപ്പം വിഷ്ണു എന്താണ് വിഷ്ണുവിനെ നോക്കിയിട്ട് അച്ഛൻ പറയുന്നുണ്ട് കണ്ടുപിടിക്കാൻ അവൻ പോയി ബിസിനസ് സെറ്റാക്കി, നിനക്ക് അങ്ങോട്ടേക്ക് ആ ഒരു പുതിയ ബ്രാഞ്ചിൻ്റെ കാര്യത്തിൽ തിരിഞ്ഞ് നോക്കാനെങ്കിലും തോന്നിയോ. അപ്പോഴത്തേക്ക് എന്താണ് രോഹിത്ത് പറയും അച്ഛൻ വിട്ടേരെന്ന് പറയുമ്പോഴത്തേക്കും രോഹിത്തിൻ്റെ മുന്നേ ആക്കി പറയുന്നതിന് മുന്നേ തന്നെ വിഷ്ണു പറയണം രോഹിത്തെ സാരമില്ല അച്ഛൻ പറഞ്ഞോട്ടെ, കാരണം ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ക്രൂശിക്കാനും വഴക്ക് പറയാനും എല്ലാത്തിനുള്ള ഏക വ്യക്തി ഞാനല്ലേ, അതുകൊണ്ട് എനിക്കിതൊക്കെ ഇപ്പം പരിചയമായി കഴിഞ്ഞാൽ എന്നിട്ട് വിഷ്ണു എന്താണ് ഭയങ്കര സങ്കടത്തിനകത്താണ്. അപ്പോഴത്തേക്ക് എന്താണ് രോഹിത്ത് ചോദിക്കുക സത്യാമ്മ എന്തി കാണുന്നില്ല, അവളെവിടെയോ പോയതാ വല്ല മീറ്റിങ്ങിന് വല്ലതും പോയതായിരിക്കും എന്ന് രോഹിത്ത് പറയുന്നുണ്ട്. പക്ഷേ സത്യാമ്മ എന്താണ് ശ്യാമയും കൂട്ടിക്കൊണ്ട് ഇവിടെ ഉറഞ്ഞു തുള്ളാനായി വന്നുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ഇവരറിഞ്ഞത്. അപ്പോൾ രോഹിത്ത് എന്താണ് വിഷ്ണുവിനോട് പറയുന്നുണ്ട് എന്നാലും ബ്രോ ഞാൻ കുറ്റം പറയാനില്ല, ഞാൻ എന്തായാലും 2 വട്ടം വിവാഹം കഴിച്ച വ്യക്തി തന്നെ, സുസ്മിതയെ കെട്ടിയപ്പോഴാണെങ്കിൽ വേണ്ട എന്നെ കൊണ്ട് എന്താണ് നരകത്തിൻ്റെ അടിത്തട്ടിൻ്റെ അടിവേരെന്താന്ന് വരെ എന്നെ ജീവിതത്തിൽ കാണിച്ചെന്ന്. പിന്നെ ശ്യാമ കെട്ടിയതിന് ശേഷമാണ് എനിക്ക് എന്താണ് ജീവിതത്തിൽ ഒരു പ്രകാശമൊക്കെ വന്ന് തുടങ്ങിയത്. എന്താ പ്രകാശം തന്നെ ഞാൻ ജീവിതത്തിൽ അറിയുന്നത് ശ്യാമയായിട്ടുള്ള ജീവിതത്തിന്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു ജീവിതത്തിൽ ഒരു പെണ്ണ്, ആ പെണ്ണ് നമ്മുടെ കൂടെ ഇരിക്കുന്ന പെണ്ണ് എങ്ങനെയാണോ അങ്ങനെയാണ് നമ്മുടെ ലൈഫ് എന്ത് സെറ്റാകും എന്നുള്ള കാര്യം തന്നെ നടക്കുന്നത്. ഒരു മനുഷ്യനെ അടിപതനത്തിലേക്ക് കൊണ്ടുപോകുന്ന അവൾ തന്നെ ആയിരിക്കും, അവൻ്റെ ഉയർച്ചയ്ക്ക് പിറകിൽ അവൾ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്. പക്ഷേ ബ്രോയുടെ കാത്തിനത് അങ്ങനെയല്ലോ, ശാലിനീനെ ബ്രോ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന്, അത് ചെയ്ത് വളരെ തെറ്റാണ്. കാരണം ശാലിനി ബ്രോയുടെ കൂടെ എന്നും സപ്പോർട്ട് നിന്നിട്ടല്ലേ ഉള്ളൂ. പിന്നെ ശ്യാമയുടെ ചേച്ചി ആയതുകൊണ്ടല്ലേ ഞാൻ ശാലിനിയെ പറയുന്നത്. പക്ഷേ ശാലിനിയോട് ബ്രദർ ഇങ്ങനെ കാണിക്കാൻ പാടില്ല എന്നൊക്കെ എന്താണ് വിഷ്ണുവിനോട് പറയാൻ വിഷ്ണുവിന് തിരിച്ച് പറയാൻ ഒരു ഉത്തരവില്ല. അപ്പം വിഷ്ണു എന്താണ് ഇതിനകത്ത് പറയാൻ പറ്റുന്നതെന്ന് അറിയാതെ നിൽക്കുക. എന്നിട്ട് കാർത്തിക് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും കാർത്തികയും ശ്യാമയും കൂടെ അമ്പലത്തിലേക്ക് പോയിരിക്കുമോ എന്ന് രാഘവേട്ടൻ പറയാം. അപ്പോഴത്തേക്കും അമ്പലത്തിലേക്ക് പോയോ, അപ്പോഴത്തേക്കും ശ്യാമ അവളുമായിട്ട് പുതിയ വന്ന ആളുമായിട്ട് അത്ര സെറ്റായോ എന്നൊക്കെ വന്നിട്ട് രോഹിത്ത് ചിന്തിക്കുക. ഇത് ചിന്തിച്ച് തന്നില്ല സത്യാമ്മ എവിടെ, അപ്പം സത്യം മീറ്റിങ്ങിനൊക്കെ പോയെന്ന് പറഞ്ഞില്ലേ, അപ്പോഴത്തേക്കും സത്യാമ്മ തന്നെ കറക്റ്റ് കാറും കൊണ്ട് വന്ന് ഇറങ്ങിക്കഴിഞ്ഞ്. അപ്പോഴത്തേക്കും ശ്യാമയും കാർത്തികയും സത്യാമ്മ എല്ലാം കൂടെ ഒരുമിച്ചാണ് വരുന്നത്. അപ്പോഴത്തേക്കും സത്യഭാമയുടെ വരക്കത്തിൽ തന്നെ ഒരു
പന്തികേടാണ്. അപ്പോഴത്തേക്ക് സത്യം പറയാം, നീ വന്നോ, നീ വന്നില്ല എന്ന് ഞാൻ നിന്നെ ഇവിടെ വിളിച്ചു വരുത്താൻ ഇരുന്നതാ. കാരണം നിന്റെ ഭാര്യയുടെ കാര്യത്തിൽ നിന്നൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പം ഈ എന്തിനാ ഈ ഇറങ്ങി തുള്ളുന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. അപ്പോൾ എല്ലാവരും ഈ കാര്യം തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. എന്താ പുതിയ പ്രശ്നം, സത്യഭാമയുടെ പുതിയ എന്താണ് തലയ്ക്ക് പിരി ഇളക്കേണ്ട കാര്യം എന്താണെന്ന് ആർക്കും മനസ്സിലാകാതെ തന്നെ നിൽക്കുമ്പോഴാണ് സത്യഭാമ എന്താണ് ശ്യാമയെക്കുറിച്ചുള്ള സർവ്വത്ര കുറ്റങ്ങളും പറയുന്നത്. കാർത്തികയെ കാണുമ്പോൾ തന്നെ ഈ രോഹിത്തിൻ്റെ മനസ്സിൽ പറയാണ്, ഈ പെങ്കൊച്ചിനെ ഞാൻ എവിടെയോ കണ്ടുള്ളൂ, ഇവളെ എനിക്ക് എവിടെയോ കണ്ട നല്ല ഓർമ്മയുണ്ടെന്ന് രോഹിത്ത് അവളുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ചിന്തിക്കും, ഇതാണോ രോഹിത്ത് എന്ന് അവൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവക്ക് രോഹിത്തിനെ പരിചയമില്ല, പക്ഷേ രോഹിത്തിന് എന്തോ വഴി കൂടെ ഇവിടെ ആരെന്നുള്ള ചെറിയൊരു കാര്യമെങ്കിലും രോഹിത്തിൻ്റെ മനസ്സിനകത്ത് അറിയാവുന്ന ഒരു കാര്യമാണ്. അത് ഇനി വരുന്ന എപ്പിസോഡിനകത്തേക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് രോഹിത്ത് ചിന്തിക്കുക, ഇവളെ ഞാൻ എവിടെയോ കണ്ടുകൊണ്ട് എവിടെ അറിയാം. അപ്പോഴത്തേക്കാണ് സത്യഭാമയുടെ അടുത്ത നാടകവും തിരുവാതിരയും കളിയൊക്കെ ആയിരുന്നു അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കുമാണ് എന്താണ് രാഘവൻ പറയുന്നത്, മതി ഭാമേ നീ എന്തോ ഈ കിടന്ന് പറയുന്നത്, ആ കൊച്ച് എന്ത് തെറ്റ് ചെയ്തെന്നാ ശ്യാമേനെ ഇത്രയും കുറ്റം പറയാം. അപ്പം ശ്യാമ ചെയ്ത തെറ്റോ, ഇവള് തെറ്റാണോ ചെയ്തത്, ഇവളെ ഞാൻ എന്തായാലും ഇന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ളതാ. അപ്പോഴത്തേക്കും എല്ലാം നെറ്റിക്കും എന്തോ ശ്യാമ തെറ്റ് ചെയ്ത്. എടാ രോഹിത്തെ, ഇവളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്താൽ നിനക്കതിലൊരു എതിരഭിപ്രായം ഉണ്ടോ ചോദിക്കുമ്പോൾ രോഹിത് പറയും, ഇല്ല സത്യാമ എടുക്കുന്ന തീരുമാനം എനിക്കുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ശ്യാമ പേടിച്ചിരിക്കും. അടുത്ത എന്താ തീരുമാനം ഇവിടെ വീട്ടിൽ വരാൻ പോകുന്ന അറിയാൻ നിൽക്കുമ്പോൾ സത്യാമ പറയുമോ, ഇവളെന്തോ ചെയ്തെന്നറിയോ, ഇവളെന്തോ ചെയ്തെന്ന് വെച്ചാൽ ഇവളുടെ കളക്ടർ ചേച്ചിയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ട് കാർത്തിക, അതായത് കാർത്തിക പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനും പോലീസിന് നല്ല ഇടി അറിയാവുന്ന പോലീസുണ്ട്, അവരെ കൊണ്ട് ഇടിച്ച് കാർത്തികയെ കൊണ്ട് എന്തൊക്കെ സത്യം പറയിപ്പിക്കാൻ, അതായത് വിഷ്ണുവായിട്ടുള്ള വിവാഹ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ഇവളെ പോലീസിൽ കയറ്റി ഇടിക്കുന്നോ ചവിട്ടുന്നോ തൊഴിക്കുന്നോ എന്തൊക്കെയോ പറഞ്ഞ് അവളെന്താണ് അവളുടെ കളക്ടർ കളിയും കാണിച്ച് അവളുടെ കളക്ടർ പവറും കാണിച്ച് കാർത്തികയെ ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കുന്നത്. എടാ ഇന്ന് വരെ ഈ വീട്ടിൽ നീ എൻ്റെ മോനാ രോഹിത്തെ, പക്ഷേ ഇവളെ ശ്യാമ ഒരിക്കലെങ്കിലും എന്താണ് ശാലിനിയുടെ അനിയത്തിയാണെന്നോ ആ രീതി ഞാൻ എന്തെങ്കിലും പെരുമാറുന്നുണ്ടോ, ശ്യാമയ്ക്ക് മറ്റൊരു ജീവിതം ശാലിനിക്ക് വേറൊരു ജീവിതം, അതുകൊണ്ട് ഒരു വേർതിരിവില്ലാതല്ലേ ഞാൻ ഇവരോട് ഇന്ന് വരെ പെരുമാറിയിട്ടുള്ളൂ. നിന്നോട് ഞാൻ സ്നേഹം കാണിക്കുക ഏതെങ്കിലും കുറവ് കാണിച്ചിട്ടുണ്ടോ ശ്യാമ, ഇല്ലല്ലോ. ഈ കാർത്തികയോട് കാണിക്കുന്ന അതേപോലെ തന്നെ സ്നേഹം ഞാൻ നിന്നോടും കാണിച്ചില്ലേ, ഞാൻ ഇന്ന് വരെ വേർതിരിവ് കാണിച്ചിട്ടില്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രാഘവേട്ട ഇങ്ങനെ കരുതുള്ളി നോക്കിക്കൊണ്ടിരിക്കുക. അതിനിപ്പോൾ എന്ത് സംഭവിച്ചെന്നാന്നോ സംഭവിക്കാൻ രാഘവേട്ട, ഇവക്ക് വല്ല ആവശ്യമുണ്ടോ ഈ വീട്ടിൽ നിന്ന് പറ്റിച്ചിറക്കി കൊണ്ടുപോയി അവളുടെ ചേച്ചിയുടെ മുന്നേ അവളെ ചേച്ചിയുടെ കളക്ടർ പത്രാസ് കാണിക്കാൻ വേണ്ടി കാർത്തിയെ കൊണ്ട് ഇടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇവളെന്തോ കുറ്റവാളി വല്ല ആണോ ഇങ്ങനെ? അതിനെ തന്നെ ശാലിനി ഒരു കുറ്റം പറയത്തില്ല ഭാവം എന്നിട്ട് രാഘവേട്ട പറയാം, രാഘവേട്ട ഒരു കുറ്റം പറയത്തില്ല, രാഘവേട്ട എപ്പോഴും എന്ന് അവളുടെ പക്ഷത്ത് തന്നെ ആയിരുന്നല്ലോ. അപ്പം രാഘവേട്ട പറയാം, ഈ നിൽക്കുന്നവളെ കുറിച്ച് നമുക്ക് തന്നെ എന്തറിയാം, ഒന്നും അറിയത്തില്ലല്ലോ. അപ്പം വിഷ്ണുവിന് ഇത് കേട്ട് ചിന്തയാണ്. അപ്പം ശാലിനി കാർത്തിക ആരാണെന്ന് കാർത്തികയുടെ പിറകെയുള്ള അന്വേഷണം കൊണ്ട് ശാലിനി ഇറങ്ങിക്കഴിഞ്ഞ് ഇനി സത്യമോൾ ആരാന്നുള്ള സത്യമൊക്കെ ചിലപ്പോൾ ശാലിനി ഉടൻ തന്നെ പറയുമായിരിക്കും അല്ലേ എന്ന് വിഷ്ണു എന്താണ് ഒരു പ്രതീക്ഷയുണ്ട്. ഇനി ശാലിനിയെ പേടിച്ചെങ്ങാനും കാർത്തിക സത്യങ്ങളൊക്കെ ശാലിനിയുടെ മുന്നിൽ എന്താണ് പറഞ്ഞു നോക്കുമ്പോഴത്തേക്കും ശാലിനിയുടെ കാര്യത്തിൻ്റെ അത് ശാലിനിയുടെ മുന്നിൽ സത്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിൽ കാർത്തിക എന്താണ് വിഷ്ണുവിനെ നോക്കി തലയാട്ടി കാണിക്കണം, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന രീതി, അങ്ങനെ പേടിക്കേണ്ട എന്ന രീതി കാണിക്കുമ്പോഴത്തേക്കും വിഷ്ണുവിനൊരു സമാധാനമോ. പക്ഷേ ഈ ഒരു കാര്യം എന്താണ് ശ്യാമ ശ്രദ്ധിക്കുന്നുണ്ട്, ഇത്രയും ടെൻഷനകത്ത് വഴക്കേൽക്കുമ്പോൾ ശ്യാമ ആ ഒരു കാര്യം അത് നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ സത്യഭാമ എന്താണ് അടുത്ത് ലാസ്റ്റ് ഒരു കർക്കശത്തി പറയുക, ശ്യാമേ നീ ഒരു കാര്യം ചെയ്യണം, ഇനി മേല നീയോ നിൻ്റെ കുഞ്ഞേച്ചോ നിൻ്റെ കുടുംബമായിട്ട് നിനക്കൊരു ബന്ധമില്ല എന്നുള്ള കാര്യം കർപ്പൂരത്തെ അടിച്ച് നീ സത്യം ചെയ്തണം. വീണ്ടും ഇവരെ പഴയ സത്യം അടിപ്പിക്കുന്ന സ്വഭാവം തുടങ്ങി കേട്ടോ. ഒരു സത്യം അടിച്ചാണ് വിഷ്ണുവിൻ്റെ ലൈഫ് ഇത്രയും കുളം തുടങ്ങി. ഇനി അടുത്ത സത്യത്തിനായിട്ട് എന്താണ് താലമെടുക്കാൻ പൊന്നിച്ചേച്ചി താഴേക്ക് വിളിച്ചിറക്കിയിരിക്കണം. അപ്പോഴത്തേക്കാണ് പൊന്നിച്ചേച്ചി എന്താണ് മറ്റൊരു താലം കൊണ്ട് വരുന്നത്, അതായത് ഭക്ഷണവും കൊണ്ട് പപ്പിമോളെ ഊട്ടാൻ വേണ്ടി പൊന്നിച്ചേച്ചി എന്താണ് അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും പൊന്നിച്ചേച്ചിയുടെ കൈക്കകത്തുനിന്ന് എന്താണ് ആ ഭക്ഷണത്തിന് തട്ടി ഇറങ്ങി, എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞു തന്നിട്ട് ഭക്ഷണം തട്ടി അറിഞ്ഞുകൊണ്ട് നമ്മുടെ പപ്പിമോൾ എന്താണ് ചാടിത്തുള്ളി താഴെ വരുമ്പോൾ വേണ്ട തന്നിട്ട് വരുമ്പോഴത്തേക്കും എന്താ മോളെ ഭക്ഷണം കഴിക്കാത്ത, സാറേ ഇത് നോക്ക് സാറേ ഇന്ന് രാവിലെ തൊട്ട് ഒരു ജലപാനം ഈ കുഞ്ഞ് കഴിച്ചിട്ടില്ല, അവൾക്ക് വിശക്കുന്നെങ്കിൽ അവൾ കഴിച്ചോട്ടെ എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്, അവളെ നിർബന്ധിപ്പിച്ച് വേണ്ടാതെ അവളെ ഊട്ടണ്ടെന്ന് രോഹിത്ത് പറയുമ്പോഴത്തേക്കും എന്താണ് പൊന്നിച്ചേച്ചി പറഞ്ഞു, സാറേ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ വിശന്നിട്ട് കഴിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ വിട്ടത്, പക്ഷേ ഈ കുഞ്ഞാണെങ്കിൽ ഇന്ന് രാവിലെ തൊട്ട് ഒരു ജലപാനം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് പിന്നെ എങ്ങനെ ഇനി വേണ്ടാന്ന് വെച്ച് വിടാൻ പറ്റും, അതെന്താ മോളെ. അപ്പോഴത്തേക്ക് ഇനി വിശക്കുവാണെങ്കിൽ കഴിക്കട്ടെ എന്ന് ചോദിക്കുമ്പം ഇനി എനിക്ക് ഒരിക്കലും വിശപ്പില്ല, എനിക്ക് ഇനി ഭക്ഷണം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഒരിക്കലും ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്താ സാറേ ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെന്താ മോളെ അങ്ങനെ പറയുന്നത്. അപ്പോഴത്തേക്കും സത്യഭാമയ്ക്ക് എന്താണ് നെഞ്ചങ്ങ് ഉരുക്കി കഴിഞ്ഞ്, കാരണം എന്താണ് കൊച്ചുമോളല്ലേ ഭക്ഷണം കഴിക്കാത്ത അങ്ങ് പോയെന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് പപ്പിമോളുടെ ആ ബഹളത്തിനകത്ത് ശ്യാമയെ കൊണ്ട് ആ സത്യം അടുപ്പിക്കാൻ കർപ്പൂരത്തിൽ തൊട്ട് സത്യം ചെയ്യിപ്പിക്കുന്ന കാര്യമൊക്കെ സത്യഭാമങ്ങ് മറന്നു. അതെന്താ എൻ്റെ മോക്ക് വേണ്ടാത്തത്, പൊൻചിച്ചിയെ കൊണ്ട് മോക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറയട്ടെ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ. അപ്പോഴത്തേക്കും എന്താണ് മോക്ക് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത്, എനിക്ക് വേണ്ട, എനിക്ക് ഇവിടുന്ന് ഒന്നും വേണ്ട, എനിക്ക് ഇവിടുന്ന് ഒരു ഭക്ഷണം വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും അതിന് കാര്യം എന്താണെന്ന് പറയാൻ മുത്തേ, എന്താ മക്കളെ കാര്യം എന്താണ് സത്യാമ്മയോട് പറയുന്ന പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് പറയുവാണ്, അത് എനിക്ക് ആകെപ്പാട് ഒരു ഫ്രണ്ട് അല്ലേ ഉള്ളൂ സത്യാമ്മ, ആ ഫ്രണ്ടുമായിട്ട് ഒരു ഫോണിൽ കൂടെ പോലും സംസാരിക്കാൻ പാടില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് പറ്റുന്നത്, എനിക്ക് എൻ്റെ ഫ്രണ്ടോട് സംസാരിക്കാതെ എനിക്ക് ഒരു ഭക്ഷണം വേണ്ട, സത്യയുടെ കാര്യം ഞാൻ പറയുന്ന പറയുമ്പം സത്യം മോൾ
ചീത്തക്കുട്ടി അവളൊരു ബാഡ് ഗേളാ. സത്യം മോള് ചീത്തക്കുട്ടിയാണെങ്കിൽ ഞാനും ചീത്തക്കുട്ടി തന്നെയാണ്. മോളെ അങ്ങനൊന്നും പറഞ്ഞുകൂടാ. അപ്പോഴത്തേക്ക് എന്നാൽ നമ്മുടെ പപ്പി മോള് വാശിക്കുക തന്നെ. എന്താണ് സത്യമായിട്ട് സംസാരിക്കാതെ ഞാൻ ഇവിടുന്ന് ഒരു ഫുഡ് കഴിക്കത്തില്ല എന്നൊരു വാശിയാകുമ്പോഴത്തേക്ക് ലാസ്റ്റ് എന്താണ് സത്യം എന്ന് പറയാം. എടാ രോഹിത്തെ ഇതിനെ പിടിച്ചുകൊണ്ട് പോയി നീ പറഞ്ഞു കൊടുക്കുക. എനിക്ക് ഇതിൻ്റെ അടുത്ത് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. നീ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറയും. എന്താണ് രോഹിത് എന്താണ് മോളെ പിടിച്ചിട്ട് മോൾ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്, നമുക്ക് ഭക്ഷണം കഴിച്ചൂടെ, മോളുടെ ബർത്ത്ഡേ അല്ലേ നാളത്തെ ദിവസം, അല്ലേ അച്ഛൻ ഇന്ന് തന്നെ വന്നത്, നാളത്തേക്കുള്ള ബർത്ത്ഡേക്കുള്ള എല്ലാ രീതിയും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ, അപ്പോൾ അതിനുള്ള ഡ്രസ്സും കാര്യമൊക്കെ എടുക്കാനല്ലേ ഇന്ന് തന്നെ അച്ഛൻ ഓടി ഇവിടം വരെ വന്ന്. എന്നിട്ട് മോൾ ഇന്ന് എല്ലാവരോടും ഇങ്ങനെ പിണങ്ങി നടക്കാൻ പറ്റും മോളെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പോഴത്തേക്കും എടാ പറഞ്ഞ പോലെ നാളെയാണല്ലേ പപ്പിയുടെ ബർത്ത്ഡേ, അപ്പോഴത്തേക്ക് സത്യം നാളെയാണ് പപ്പിയുടെ ബർത്ത്ഡേ. അപ്പോഴത്തേക്കും രാഘവൻ ചോദിക്കുവാണ്, നിനക്ക് എവിടുന്നാ ബാമേ ആരതി എടുക്കാനും സത്യം ചെയ്യിപ്പിക്കാനും കർപ്പൂരത്തി അടിക്കാനൊക്കെ നേരം കഴിഞ്ഞിട്ട് നിനക്ക് എവിടെയാ പപ്പിമോളുടെ ബർത്ത്ഡേയൊക്കെ കുറിച്ച് ആലോചിക്കാനായിട്ട്. ഈ വീട്ടിൽ എന്തൊരു സന്തോഷമുള്ള നിമിഷമാണ് പപ്പിമോളുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. നമ്മൾ എന്തുമാത്രം സന്തോഷത്തിലാക്കണേ. നീ ആ ദിവസമായിട്ട് പോലും ആ പപ്പിമോക്കോ അല്ലെങ്കിൽ പപ്പിമോളുടെ അമ്മയെ ശ്യാമയ്ക്ക് ഒരു അല്പം മനസ്സമാധാനം എങ്കിലും കൊടുത്തോ. അതിൻ്റെ ഇടയ്ക്കകത്ത് നിനക്ക് അവരെ കൊണ്ട് എന്താണ് അവരുടെ മനസ്സ് നോയിപ്പിക്കണം. ഇന്നത്തെ ദിവസം തന്നെ നീ ശ്യാമയോട് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. ശ്യാമയുടെ ഒന്നും ഇല്ലെങ്കിൽ പപ്പിമോളുടെ അമ്മ എന്ന രീതിയിൽ ആ ഒരു സന്തോഷമെങ്കിലും അവർക്ക് അനുഭവിക്കാൻ കൊടുക്കുന്നതിന് പകരം അവരെ ഇന്നും വിട്ട് നീ മാനസികമായിട്ട് പീഡിപ്പിക്കല്ലേ ഭാവം ചെയ്യുന്നത്. എന്നിട്ടാ നീ പറയുന്നത് നിനക്ക് വേറെ കൃത്യങ്ങളൊന്നുമില്ല, നിനക്ക് വേറെ കൃത്യമേ ഉള്ളൂ ഭാവമേ. ഈ ദൈവത്തിനാൻ അങ്ങനെയൊന്നും പറയില്ലേ രാഘവേട്ടാ, ഞാൻ അങ്ങനെ ഒരു വേറെ കൃത്യം കാണിച്ചില്ല, നിങ്ങൾക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. അല്ല ഭാമ ഇത് കണ്ട ആർക്കും അറിയാത്ത എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭാമ എന്താണ് ടോട്ടലി വീണ്ടും കൺഫ്യൂസ്ഡ് ആവുകയാണ്. ലാപ്പിനകത്ത് ഈ കാര്യം മനസ്സിലാക്കിയത് രാഘവട്ടൻ എന്താണ് അങ്ങനെ നൈസായിട്ട് പറയുവാണ്, അവൾക്ക് ആകപ്പാടെ ഒരു ഫ്രണ്ടല്ലേ ഉള്ളൂ, ഈ കുഞ്ഞുങ്ങൾക്ക് നീ പറയുന്ന വാശിയൊക്കെ മനസ്സിൽ കാണുമോ, ആ കുട്ടിയായിട്ട് ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ, അവളുടെ ആഗ്രഹം ഇന്നത്തെ ദിവസമെങ്കിലും നടത്തി കൊടുക്കാൻ നോക്ക് ഭാമ, അല്ലാതെ അവളോട്ട് ഈ വാശിയും ദേഷ്യവും കാണിച്ചു കൊടുക്കാതെ. ഇത്ര ഡയലോഗിൻ്റെ അവസാനം സത്യഭാമ എന്താണ് ഒന്ന് മയങ്ങിക്കഴിഞ്ഞ് ലാസ്റ്റ് സത്യഭാമ എന്താണ് ആ പറയുന്ന പോലെ തന്നെ സത്യമോളെ വിളിച്ച് സംസാരിക്കാൻ പപ്പിമോക്ക് പെർമിഷൻ കൊടുക്കും. ഫോണല്ലേ നീ വിളിച്ച് സംസാരിച്ചു, ഇനി അതിൻ്റെ പുറത്ത് ഒരു സന്തോഷത്തിൻ്റെ കുറവൊന്നും വേണ്ട, ഇന്ന് ഞാൻ അവസാനമായിട്ട് അനുവദിക്കുന്ന ഒരു കാര്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് എന്താണ് പപ്പിമോള് എന്താണ് ഫോൺ ചോദിച്ച് സത്യമോളെ വിളിക്കാനായിട്ട് ഫോൺ എടുത്ത് കൈ വെച്ചിരിക്കുക. അപ്പോഴത്തേക്ക് എന്താണ് രോഹിത്ത് പറഞ്ഞു കൊടുക്കുക, മോളെ നാളെ മോളുടെ ബർത്ത്ഡേ അല്ലേ, വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട ദിവസമല്ലേ, അപ്പം പിന്നെ സത്യാമ്മ മോളോടുള്ള പിണക്കൊക്കെ മാറ്റിയില്ലേ, അതുപോലെ തന്നെ മോൾക്ക് എല്ലാവരോടും പിണക്കം മോൾ ഇന്ന ദിവസം മാറണം. എന്താ വിഷ്ണു അച്ഛനോടുള്ള പിണക്കം പോലും മാറണം എന്ന് പറയും. വിഷ്ണുവിന് ഭയങ്കര എന്താണ് നെഞ്ചിൻ്റെ പിടപ്പ്, അതായത് എന്നോട് ഇത്രയും ദിവസം കൊണ്ട് മിണ്ടാണ്ടിരിക്കല്ലേ പപ്പിമോള്, അവൻ വിഷ്ണു കാതോത്തിരിക്കും ഇന്ന് സംസാരിക്കുന്നുള്ള രീതിക്കകത്ത് ആ ഒരു സംസാരം കേട്ടപ്പോഴത്തേക്ക് അപ്പം വിഷ്ണുവിന് എന്താണ് വിഷ്ണു എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുള്ള ആ നെഞ്ചത്ത് കിടക്കുന്ന ആ മാല എങ്ങനെ പിടിച്ചിട്ട് എന്താണ് പപ്പിമോൾ സംസാരിക്കാതെ ആ ഒരു പ്രതീക്ഷ നിൽക്കുന്ന കാണിക്കുമ്പോഴത്തേക്കും പപ്പിമോൾ ഒന്ന് വിഷ്ണു നോക്കുക, എന്നാൽ ശരി സംസാരിക്കാനുള്ള മട്ടിനകത്ത് തന്നെ അങ്ങ് നോക്കുക, പക്ഷെ സംസാരിക്കുന്നില്ല. എന്നിട്ട് രോഹിത്ത് വയ്ക്കുക, മോള് സത്യമോളെ വിളിച്ച് എന്താ പറയാൻ പോകുന്നത്, അപ്പോഴത്തേക്കും നാളെ എൻ്റെ ബർത്ത്ഡേ അല്ലേ, എൻ്റെ ബർത്ത്ഡേക്ക് എന്താണ് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാൻ, അതൊന്നും പറ്റത്തില്ല എന്നൊരു സത്യഭാമ അടുത്ത വേറെ ചാട്ടമായി. കാരണം ബർത്ത്ഡേക്ക് ക്ഷണിക്കുന്നത് ഫോൺ വിളിക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അപ്പോഴത്തേക്ക് ക്ഷണിക്കാൻ വരെ ആയോ, ഇതൊന്നും പറ്റത്തില്ല. രാഘവേട്ടൻ പറഞ്ഞ അതൊന്നും സാരമില്ല ബാമേ, അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അത് ഒരേ ഒരു ഫ്രണ്ട് അല്ലേ ഉള്ളൂ, അവളെ ഒന്ന് അവളുടെ ബർത്ത്ഡേക്ക് വിളിച്ച് ക്ഷണിച്ചില്ലെങ്കിൽ പിന്നെ അവൾക്ക് എന്തിനാ സന്തോഷം കിട്ടുന്നത്, നീ അതെങ്കിലും ഒന്ന് മനസ്സിലാക്കാമെന്ന് പറയുമ്പോൾ ലാസ്റ്റ് എന്താണ് എന്നാൽ ശരി എന്നുള്ള രീതിക്കകത്ത് സമ്മതമില്ലാതെ അവസാനം പപ്പിമോളുടെ വാശിക്ക് മുന്നിൽ സുല്ലിട്ട് നിൽക്കുവാണ് സത്യഭാമ. ഇനി അടുത്തതാണ് അതിനേക്കാളും വമ്പൻ പണി എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും സത്യയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോഴത്തേക്കും സത്യയുടെ ഫോണിന് എന്താണ് സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്കും അടുത്തെന്താണ് അയ്യോ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്കും എന്താണ് നമ്മുടെ വിഷ്ണുവിന് ഭയങ്കര ടെൻഷൻ, അതായത് സത്യമോളുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി വിളിക്കാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നെങ്കിൽ അതിൻ്റെ വിഷ്ണുവിന് സത്യമോൾ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരു ഹാപ്പിനെസ്സിൽ നിന്ന് വിഷ്ണു നിൽക്കുമ്പോൾ ഫോൺ കിട്ടാതാകുമ്പോഴത്തേക്കും വിഷ്ണുവിന് അത് ഭയങ്കര ഒരു സങ്കടമായി നിൽക്കുമ്പോഴത്തേക്കും ഇനി എന്ത് ചെയ്യാനാ, ഫോൺ കിട്ടുന്നില്ല. അച്ഛൻ നമുക്ക് പോയി നേരിട്ട് പോയി സത്യയുടെ വീട്ടിൽ പോയി ക്ഷണിച്ചല്ലോ, ആ വീട്ടിലേക്ക് ഈ വീട്ടിൽ നിന്നൊരു പട്ടിക്കുഞ്ഞ് പോലും പോകത്തില്ല വീട്ടിൽ പോകാൻ, നിനക്ക് ആദ്യം നിൻ്റെ നിർബന്ധം ഫോൺ വിളിക്കണം, ഫോൺ വിളിക്കാൻ സമ്മതിച്ചാൽ പിന്നെ അടുത്ത നിൻ്റെ വാശി എന്ന് പറയുന്നത് അവളെ ബർത്ത്ഡേക്ക് ക്ഷണിക്കണം, അതും സമ്മതിച്ചപ്പോൾ ഇനിയിപ്പോൾ അവളെ വീട്ടിൽ പോയി വിളിക്കണം, ആ വീട്ടിലേക്ക് ഈ വീട്ടിൽ നിന്ന് ഒരു പട്ടിക്കുഞ്ഞ് പോലും പോത്തില്ല അതിൻ്റെ പറയുമ്പോഴത്തേക്ക് ലാസ്റ്റ് എന്താണ് ആ വാശിയുടെ മുന്നിൽ നിൽക്കുന്നതാണ് ഇനി കാണിക്കുന്നത്. ഇനി അടുത്തതാണ് സത്യഭാമ അടിപൊളിയായിട്ട് സുല്ലിട്ട് വീഴാൻ പോകുന്ന അടുത്ത എപ്പിസോഡ്. അത് അടുത്ത എപ്പിസോഡിൻ്റെ വീഡിയോ ആണ്, അത് നാളത്തെ ദിവസം രാവിലെ തന്നെ ഇടും, അപ്പോൾ എല്ലാവരും കാണാൻ മറക്കണ്ട. അപ്പോൾ ഇതാണ് ഇനി അടുത്ത് വരാൻ പോകുന്ന കുടുംബശ്രീ ഷാദൻ നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണും, ചാനൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്നത് കമൻസ് ആൻഡ് ഷെയർസ് ലൈക്സ് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. ബൈ, ഗുഡ് നൈറ്റ്.